നമസ്കാരം. സ്റ്റാൻഡേർഡ് 7 ചാപ്റ്റർ 1 മിഡീവൽ ഇന്ത്യ 7ാം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായമായ മധ്യകാല ഇന്ത്യ എന്ന പാഠഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഏറെക്കുറെ പാഠഭാഗങ്ങളെല്ലാം ചർച്ച ചെയ്തു കഴിഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം 3ാമത്തെ ക്ലാസ്സിൽ വിജയനഗര എംപയർ ആരംഭിച്ചിരുന്നു. ഇനി അവിടുത്തെ വിജയനഗര എംപയറുടെ സോഷ്യോ ഇക്കണോമിക് കണ്ടീഷനാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇതുവരെയുള്ള ഭാഗങ്ങളെല്ലാ കൂട്ടുകാരും നന്നായിട്ട് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം വരെ നമ്മളന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ 3ാമത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. ഇനിയും വിജയനഗര സൊസൈറ്റിയിലെ സോഷ്യോ ഇക്കണോമിക് കണ്ടീഷനാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആർ യു റെഡി? സോഷ്യോ ഇക്കണോമിക് കണ്ടീഷൻ ഓഫ് വിജയനഗര എംപയർ. വിജയനഗര സൊസൈറ്റി കൺസിസ്റ്റഡ് ഓഫ് വേരിയസ് കാസ്റ്റ് ആൻഡ് റിലീജിയൻസ്. വിജയനഗര സമൂഹത്തിലെ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള ജാതിയും മതത്തിലുമുള്ള വിശ്വാസികൾ ഉണ്ടായിരുന്നു. ബ്രാഹ്മിൻസ് വെയർ ദ ഡോമിനൻ്റ് ഗ്രൂപ്പ് ഇൻ ദ സൊസൈറ്റി. ആ സമൂഹത്തിലെ ഏറ്റവും പരമാധികാരമുള്ള സമൂഹം എന്ന് പറയുന്ന അക്കാലത്ത് ബ്രാഹ്മണന്മാരായിരുന്നു. ദേ വർ എൻറ്റൈറ്റിൽഡ് ടു ദ റവന്യൂ ഫ്രം ദ ലാൻഡ് അലോട്ടഡ് ടു ദ ടെമ്പിൾസ്. അവർക്ക് അമ്പലത്തിനായി ക്ഷേത്രങ്ങൾക്കായി നൽകിയിരുന്ന ഭൂമിയുടെ കാര്യം പിരിച്ചെടുക്കാനുള്ള അധികാരം അവർക്കുണ്ടായിരുന്നു. ബ്രാഹ്മിൻസ് യൂസ് ഇറ്റ് ടു ലീഡ് ദ റിച്വൽസ് ആൻഡ് റിലീജിയസ് സെറിമണീസ് ഇൻ ദ ടെമ്പിൾസ്. അവർ അവരുടെ ആചാരങ്ങളും മതപരമായ ആഘോഷങ്ങളുമൊക്കെ ഈ അമ്പലത്തെ ഉപയോഗപ്പെടുത്തിയാണ് ചെയ്തിരുന്നത്, ക്ഷേത്രങ്ങളിൽ വെച്ചാണ് ചെയ്തിരുന്നത്. ബ്രാഹ്മിൻസ് യൂസ്ഡ് ടു ലീഡ് ദ റിച്വൽസ് ആൻഡ് റിലീജിയസ് സെറിമണീസ് ഇൻ ദ ടെമ്പിൾസ്. അതർ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി, സമൂഹത്തിലെ മറ്റ് വിഭാഗങ്ങൾ, ബ്രാഹ്മണന്മാരൊഴികെയുള്ളവർ, വെയർ മെയിൻലി എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ. അവർ കൃഷിയിലും ട്രേഡ് കച്ചവടത്തിലും വാണിജ്യത്തിലും ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ് കരകൗശല വിദ്യകളിലുമൊക്കെ ഏർപ്പെട്ടു. കിങ്സ് എംപ്ലോയ്ഡ് വുമൺ ടു പ്രിപ്പയർ അക്കൗണ്ട്സ് ഓഫ് ദ റോയൽ പാലസ് ആൻഡ് ഡെക്കറേറ്റ് ഗാർഡൻസ്. അവിടുത്തെ രാജാക്കന്മാർ സ്ത്രീകളെയും അവിടെ പല ജോലികൾക്കായി നിയോഗിച്ചു. അതിലൊന്നായിരുന്നു അക്കൗണ്ട്സ് ഓഫ് ദ റോയൽ പാലസ്, രാജകീയ കൊട്ടാരത്തിലെ കണക്കുകൾ നോക്കുക. അതുപോലെ ഡെക്കറേറ്റ് ഗാർഡൻസ്, പൂന്തോട്ടങ്ങൾ അലങ്കരിക്കുക, പൂന്തോട്ടം നന്നായിട്ട് പരിപാലിച്ചുകൊണ്ട് പോവുക. ഇതിലൊക്കെ സ്ത്രീകളെ അവിടുത്തെ രാജാക്കന്മാർ നിയോഗിച്ചിരുന്നു. പോളിഗമി പ്രിവൈൽഡ് എമംഗ് ദ വെൽത്തി. ബഹുഭാര്യത്വമായിരുന്നു അവിടുത്തെ സമ്പത്തിൻ്റെ അടിസ്ഥാനം, ഒന്നിൽ കൂടുതൽ ഭാര്യമാർ, അതാണ് പൊളിഗമി. ചൈൽഡ് മാരേജ് ആൻഡ് ദ പ്രാക്ടീസ് ഓഫ് സതി വെയർ ഓൾസോ പ്രിവലൻ്റ് ഇൻ സൊസൈറ്റി. അതുപോലെ ശൈശവ വിവാഹവും സതി എന്ന ദുരാചാരവും അവിടെ സമൂഹത്തിലുണ്ടായിരുന്നു. സതി എന്ന് വെച്ചാൽ ഭർത്താവ് മരിച്ച് പോകുന്ന സ്ത്രീയെ ആ ചിതയിൽ ചാടി മരിക്കുക, അതാണ് സതി എന്ന ആചാരം. ആ ആചാരവും അതുപോലെ ശൈശവ വിവാഹം, കുട്ടികളെ വിവാഹം കഴിപ്പിക്കുക, പ്രായമുള്ളവരുമായിട്ട് തന്നേക്കാൾ വളരെ പ്രായം കൂടിയവരുമായിട്ട് പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കുക, അങ്ങനത്തെ ദുരാചാരങ്ങൾ ആ വിജയനഗര സൊസൈറ്റിയിൽ അന്ന് ഉണ്ടായിരുന്നു. ചൈൽഡ് മാരേജ് ആൻഡ് സതി. ഗോയിങ് ഫോർവേഡ് യു ഹാവ് ബ്രോഡ് ആൻഡ് ബ്യൂട്ടിഫുൾ സ്ട്രീറ്റ്. ഇറ്റ് വാസ് എ ട്രാവലോഗ് ബൈ ഡൊമിംഗോ പേസ്, പോർച്ചുഗീസ് ട്രാവലർ ഹു വിസിറ്റഡ് വിജയനഗര. വിജയനഗരം ആ കാലത്ത് സന്ദർശിച്ച പോർച്ചുഗീസുകാരനായ യാത്രികൻ്റെ, ഡൊമിംഗോയുടെ ഒരു യാത്രാ വിവരണമാണ് ഇവിടെ കാണുന്നത്. ഗോയിങ് ഫോർവേഡ്, മുമ്പോട്ട് നമ്മൾ പോകും തോറും, യു ഹാവ് എ ബ്രോഡ് ആൻഡ് ബ്യൂട്ടിഫുൾ സ്ട്രീറ്റ്, നമുക്ക് ഇടുങ്ങിയതും അതുപോലെ തന്നെ മനോഹരമായ തെരുവുകൾ കാണാം. ഇൻ ദിസ് സ്ട്രീറ്റ് ലിവ് മെനി മർച്ചൻറ്റ്സ്, അവിടെ ധാരാളം കച്ചവടക്കാരുണ്ട്. ആൻഡ് ദർ യു വിൽ ഫൈൻഡ് ഓൾ സോർട്സ് ഓഫ് റൂബീസ് ആൻഡ് ഡയമണ്ട്സ് ആൻഡ് എമറാൾഡ്സ് ആൻഡ് പേൾസ് ആൻഡ് ക്ലോത്ത്സ്. അവിടെ വിലപിടിപ്പുള്ള രത്നങ്ങളായ റൂബി, ഡയമണ്ട് വജ്രം, എമറാൾഡ് ആൻഡ് പേൾസ് മുത്ത്, വസ്ത്രങ്ങൾ ഒക്കെ നമുക്ക് ഈ സ്ട്രീറ്റിൽ കാണാൻ സാധിക്കും. ദാറ്റ് യു മേ വിഷ് ടു ബൈ, നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവ വാങ്ങാം. ദെൻ എ ഫെയർ വെയർ ദേ സെൽ, അത് വേണമെങ്കിൽ വിൽക്കാം. ഹോഴ്സസ് ആൻഡ് ഓറഞ്ചസ് ആൻഡ് ഗ്രേപ്സ്, പിന്നെ അവിടെ എന്തൊക്കെയുണ്ട്, കുതിരകൾ, ഓറഞ്ച്, മുന്തിരി, ഫ്രൂട്ട്സ്, ആൻഡ് വുഡ്, തടി. അങ്ങനെ നമ്മുടെ ചുറ്റും കാണുന്ന വിലപിടിപ്പുള്ള പലതും ആ സ്ട്രീറ്റിലുണ്ട് എന്നാണ് ഡൊമിംഗോ എന്ന പോർച്ചുഗീസ് ട്രാവലർ, യാത്രികൻ, വിജയനഗര എംപയർ സന്ദർശിച്ചതിന് ശേഷം കുറിച്ചു വെച്ചത്.
അപ്പോൾ അവിടുത്തെ സ്ട്രീറ്റിലെ വിലപിടിപ്പുള്ള വസ്തുക്കളെക്കുറിച്ചാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ബ്യൂട്ടിഫുൾ സ്ട്രീറ്റാണ്, അവിടെ വിലപിടിപ്പുള്ള രത്നങ്ങളും അതുപോലെ ഫ്രൂട്ട്സ്, പഴവർഗ്ഗങ്ങളെ, ഹോഴ്സസ്, തടി, വുഡ്, ഇതെല്ലാം അവിടെ ലഭ്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ സ്ട്രീറ്റ് എന്തുകൊണ്ടും വെൽത്തി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. Hope you have read the travelogue given above. Many travelers who visited that country recorded the grandeur and richness of വിജയനഗര. അങ്ങനെ ആ കാലഘട്ടത്തിൽ വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച എല്ലാ യാത്രികരും അവിടുത്തെ സാമ്പത്തികമായ റിച്ച്നെസ്സിനെ കുറിച്ച്, അവിടുത്തെ സമ്പന്നതയെക്കുറിച്ചാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ വിജയനഗര എംപയർ വാസ് എ റിച്ച് എംപയർ, അല്ലേ? റിച്ച് കൺട്രി, ഒരു സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന, പണമിടപാടുകളിലും സമ്പത്തിലുമൊക്കെ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു വിജയനഗരത്തിലെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവരുടെ യാത്രാ വിവരണങ്ങളിൽ നിന്ന്. ദ മെയിൻ ഓക്കുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ വാസ് അഗ്രികൾച്ചർ. അവിടുത്തെ ജനങ്ങളുടെ പ്രധാന ജോലി കൃഷിയായിരുന്നു. സിൽക്ക് ആൻഡ് കോട്ടൺ ക്ലോത്ത്സ് വെയർ കോമൺലി യൂസ്ഡ്. അവർ പട്ടുകൊണ്ടും പരുത്തി കൊണ്ടും ഉള്ള വസ്ത്രങ്ങളാണ് സാധാരണ ഉപയോഗിച്ചിരുന്നത്. ഇറിഗേഷൻ വാസ് പ്രൊവൈഡഡ് ഇൻ ദ ആരിഡ് ഏരിയാസ് അറൗണ്ട് വിജയനഗര. ജലസേചനം വേണ്ട സ്ഥലങ്ങളിലൊക്കെയും അവരെന്തെത്തിച്ചിരുന്നു? ജലസേചനം പ്രൊവൈഡ് ചെയ്തിരുന്നു, ഇറിഗേഷൻ പ്രൊവൈഡ് ചെയ്തിരുന്നു. അറൗണ്ട് വിജയനഗര, വിജയനഗരത്തിന് ചുറ്റും കൃഷിക്ക് വേണ്ടി ജലം എത്തിച്ചിരുന്നു. ദ കമലപുരം ലേക്ക് constructed in 15th century CE, Hiria Canal and the dam across the Tungabhadra river strengthened the agricultural sector. അവിടുത്തെ കൃഷിയെ കൂടുതൽ സഹായിച്ചത് കമലപുരം ലേക്ക്, കമലപുരം എന്ന തടാകവും അതുപോലെ ഹിരിയ കനാൽ ആൻഡ് ഡാം അക്രോസ് തുംഗഭദ്ര റിവർ, ഹിരിയ കനാലും അതുപോലെ തന്നെ തുംഗഭദ്ര നദിയുടെ മുകളിലേക്കുള്ള ഡാമും ആയിരുന്നു അവരുടെ കൃഷി എന്ന മേഖലയെ കൂടുതൽ പരിപോഷിപ്പിച്ചത്. ദ ലാൻഡ് വാസ് സർവൈവ്ഡ് ആൻഡ് ടാക്സഡ് അക്കോർഡിംഗ് ടു പ്രൊഡക്ടിവിറ്റി. ഭൂമിയിൽ എന്തുണ്ടായിരുന്നു? ദ ലാൻഡ് വാസ് സർവൈവ്ഡ് ആൻഡ് ടാക്സഡ് അക്കോർഡിംഗ് ടു പ്രൊഡക്ടിവിറ്റി. എന്താണോ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് അതനുസരിച്ച് നികുതി വാങ്ങിയിരുന്നു. എപ്പാർട്ട് ഫ്രം ലാൻഡ് ടാക്സ് കൂടാതെ, ഭൂമിയുടെ കരം കൂടാതെ, ഭൂമിയുടെ നികുതി കൂടാതെ ദ മെയിൻ സോഴ്സസ് ഓഫ് റവന്യൂ ടു ദ ഗവൺമെൻറ് വെയർ പ്രൊഫഷണൽ ടാക്സ്. അവിടുത്തെ ഗവൺമെൻറ്റിന് കിട്ടിയിരുന്ന മറ്റു നികുതികളാണ് പ്രൊഫഷണൽ ടാക്സ്, അതുപോലെ ബിൽഡിംഗ് ടാക്സ്, കെട്ടിടങ്ങളുടെ നികുതി, ലൈസൻസ് ഫീസ്, എന്തെങ്കിലും എടുക്കേണ്ടതിനുള്ള ലൈസൻസിൻ്റെ ഫീസ്, ഓഫ് വേരിയസ് കൈൻഡ്സ് ഓഫ് ഫൈൻസ് ഇമ്പോസ്ഡ് ബൈ കോർട്സ്. അതുപോലെ എന്തെങ്കിലുമൊക്കെ നിരോധനം നടത്തുമ്പോൾ, നിയമത്തെ ലംഘിക്കുമ്പോൾ ഉള്ള ഫൈന്, ഇതെല്ലാമായിരുന്നു അവിടുത്തെ ആ രാജ്യത്തിൻ്റെ സമ്പത്തിനെ വർദ്ധിപ്പിച്ചത്, അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട സാമ്പത്തിക മുന്നേറ്റത്തിന് കാരണം ഈ നികുതികൾ ആയിരുന്നു. വിജയനഗര ഡെവലപ്ഡ് ഇൻറ്റു മേജർ ട്രേഡിംഗ് സെൻറ്റർ. വിജയനഗരം ഒരു വലിയ വാണിജ്യ കേന്ദ്രമായി വളർന്നു. Traders from different parts of India and the world flocked the famous city of വിജയനഗര. കച്ചവടക്കാരും ഇന്ത്യയുടെ പല ദേശത്തു നിന്നുള്ള കച്ചവടക്കാർ ഈ വിജയനഗരത്തിലേക്ക് കൂട്ടമായിട്ട് വന്നുകൊണ്ടിരുന്നു. The rulers greatly encouraged foreign trade. അവിടുത്തെ ഭരണാധികാരികൾ വിദേശ വാണിജ്യത്തെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. The Portuguese and the Arabs had monopoly over foreign trade. അതിൽ യൂറോപ്യൻ കൺട്രികളായ പോർച്ചുഗീസിനും ആരബ്സിനും അറബികൾക്കുമായിരുന്നു ആ വിദേശ വാണിജ്യത്തിൻ്റെ കുത്തക. ട്രേഡ് വാസ് ഓൾസോ ഡൺ വിത്ത് ചൈന ആൻഡ് ശ്രീലങ്ക. കൂടാതെ ചൈനക്കാരും ശ്രീലങ്കക്കാരും ഇവിടെ വിജയനഗരത്തിൽ വന്ന് കച്ചവടം നടത്തിയിരുന്നു. ഇവരെ കൂടാതെ, പോർച്ചുഗീസിനെയും ആരബ്സിനെയും കൂടാതെ. ദ ട്രേഡ് ഓഫ് ഹോഴ്സസ് ബ്രോഡ് ഫ്രം അറേബ്യ ആൻഡ് സെൻട്രൽ ഏഷ്യ വാസ് മെയിൻലി ഡൺ ബൈ ദ ആരബ്സ്. അറബികളാണ് ഇവിടെ കൂടുതലും എങ്ങനത്തെ കച്ചവടം നടത്തിയത്? ദ ട്രേഡ് ഓഫ് ഹോഴ്സസ്, കുതിരകളുടെ കച്ചവടം നടത്തിയത്. അവർ അറേബ്യയിൽ നിന്ന് സെൻട്രൽ ഏഷ്യയിൽ നിന്നുമൊക്കെ ഇവിടേക്ക് കുതിരകളെ കൊണ്ടുവന്ന് കച്ചവടം നടത്തിയിരുന്നു. ഹോഴ്സസ് വെയർ ആൻ ഇമ്പോർട്ടൻ്റ് ഐറ്റം ഓഫ് ട്രേഡ്.
കച്ചവടത്തിൻ്റെ അല്ലെ വാണിജ്യത്തിൻ്റെ പ്രധാന ഒരു പ്രോഡക്റ്റായിരുന്നു, കച്ചവടത്തിനായിട്ടുള്ളൊരു പ്രധാന ഇതായിരുന്നു ഹോഴ്സ്, കുതിര വ്യാപാരമായിരുന്നു അവിടെ പ്രധാനപ്പെട്ടതായിട്ട് ഉണ്ടായിരുന്നത്. ലോക്കൽ ട്രേഡേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഹോഴ്സ് ട്രേഡിംഗ് വെയർ നോൺ ആസ് കുതിര ചിട്ടീസ്. അതായത് അവിടുത്തെ ലോക്കൽ ട്രേഡേഴ്സ്, പ്രാദേശിക കച്ചവടക്കാർ ഈ കുതിര കച്ചവടത്തിൽ ഏർപ്പെടുമ്പോൾ അവരെ അറിയപ്പെട്ടിരുന്നത് കുതിര ചെട്ടീസ് എന്നായിരുന്നു. ഗ്രാജുവലി ദ പോർച്ചുഗീസ് പുഷ്ഡ് ഔട്ട് ടു ആരബ്സ് ആൻഡ് ടുക്ക് കൺട്രോൾ ഓഫ് ദിസ് ട്രേഡ്. ക്രമേണ പോർച്ചുഗീസുകാർ പുഷ്ഡ് ഔട്ട് ദ ആരബ്സിനെ പുറന്തള്ളിക്കൊണ്ട് ടുക്ക് കൺട്രോൾ ഓഫ് ദിസ് ട്രേഡ്, ഈ കച്ചവടത്തിൻ്റെ നിയന്ത്രണം അവരുടെ കൈക്കലാക്കി പോർച്ചുഗീസുകാർ. ഇൻകം ഫ്രം ട്രേഡ് സ്ട്രെങ്തൻഡ് ദ നേഷൻസ് എക്കോണമി. ഇൻകം ഫ്രം ട്രേഡ്, വാണിജ്യത്തിൽ നിന്ന് കിട്ടുന്ന നികുതികൾ അവരുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ബലപ്പെടുത്തി. ചൈനീസ് പോട്ടറി ഫൗണ്ട് ഇൻ ദ സിറ്റി ഇൻഡിക്കേറ്റ്സ് ട്രേഡ് റിലേഷൻസ് വിത്ത് ചൈന. ചൈനീസ് പോട്ടറി, ചൈനയിൽ നിന്നുള്ള പാത്രങ്ങൾ, ചൈനക്കാരുടെ പാത്രങ്ങൾ, പോട്ടറീസം എന്തിന് തെളിവായിരുന്നു? ചൈനയുമായിട്ട് വിജയനഗര സിറ്റിക്കുണ്ടായിരുന്ന ബന്ധത്തിന് തെളിവായിരുന്നു. ഇത്രയുമാണ് സോഷ്യോ ഇക്കണോമിക് കണ്ടീഷൻസ് ഓഫ് വിജയനഗര എംപയർ. ദെൻ കൾച്ചറൽ ലൈഫ് ഓഫ് വിജയനഗരത്തിലെ കൾച്ചറൽ ലൈഫ്, സാംസ്കാരിക ജീവിതം എങ്ങനെയായിരുന്നു എന്നാണ് കാണിക്കുന്നത്. അടുത്ത ചിത്രം നോക്കുക. ഹസാര രാമ ടെമ്പിൾ, ഹംപിയിലെ ഹസാര രാമ ടെമ്പിളിൻ്റെ ചിത്രമാണ്. മനോഹരമായ കൊത്തുപണികളുള്ള ഹസാര രാമ ടെമ്പിൾ 2 സ്റ്റോറീഡാണ്. ഇങ്ങനെ 2 നിലകളായിട്ട് നിരന്ന് പോകുന്ന ക്ഷേത്രം. ഇതൊക്കെ നമ്മൾ 6ാം ക്ലാസ്സിൽ ഈ ടെമ്പിൾസിനെ കുറിച്ചൊക്കെ പഠിച്ചതാണ് കൂട്ടുകാർ. അടുത്തത് വിട്ടലസ്വാമി ടെമ്പിൾ, ഹംപി. ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. വിട്ടലസ്വാമി ടെമ്പിൾ മനോഹരമായ കൊത്തുപണികളുള്ള മറ്റൊരു ക്ഷേത്രമാണ് വിട്ടലസ്വാമി ടെമ്പിൾ. ഡ്യൂറിങ് ദ വിജയനഗര പീരീഡ് ദ കൾച്ചറൽ ലൈഫ് ഓൾസോ മെയ്ഡ് ഗ്രേറ്റ് പ്രോഗ്രസ്. വിജയനഗര കാലഘട്ടത്തിൽ സാംസ്കാരിക ജീവിതവും വളരെ പുരോഗതി പ്രാപിച്ചു. മെനി സ്കൂൾസ് വെയർ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദ സ്റ്റഡി ഓഫ് വേദാസ് ആൻഡ് ശാസ്ത്രാസ്. ഒരുപാട് സ്കൂളുകളുണ്ടായി, വേദങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ പഠിപ്പിക്കാനുള്ള ഒരുപാട് സ്കൂളുകൾ ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായി. ദ വിജയനഗര പീരീഡ് വിറ്റ്നസ്ഡ് അൺപ്രസിഡൻറ്റഡ് ഗ്രോത്ത് ഇൻ ദ ഫീൽഡ് ഓഫ് ആർട്ട്, ആർക്കിടെക്ചർ, സ്കൾപ്ചർ, ലിറ്ററേച്ചർ ആൻഡ് മ്യൂസിക്. ആ കാലഘട്ടത്തിൽ വിജയനഗര കാലഘട്ടത്തിൽ എടുത്തു പറയേണ്ട പുരോഗതി ഉണ്ടായ മേഖലകളാണ് കല, ആർട്ട്, ആർക്കിടെക്ചർ, സ്കൾപ്ചർ, ശില്പകല, അതുപോലെ സാഹിത്യം, ലിറ്ററേച്ചർ ആൻഡ് മ്യൂസിക്, സംഗീതം. ഇതിലൊക്കെ വേണ്ടത്ര പുരോഗതി ഉണ്ടായി. കിങ്സ് ലൈക്ക് കൃഷ്ണദേവരായ വെയർ പേട്രൺസ് ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. കൃഷ്ണദേവരായ എന്ന രാജാവിനെ പോലെയുള്ളവർ, കൃഷ്ണദേവരായെ പോലെയുള്ള രാജാക്കന്മാർ കലയെയും സാഹിത്യത്തെയും ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു. ദ ദ്രവീഡിയൻ സ്റ്റൈൽ ഓഫ് സ്കൾപ്ചർ വാസ് ഡോമിനൻറ്റ് ഡ്യൂറിങ് ദിസ് പീരിയഡ്. ഈ കാലഘട്ടത്തിലെ ശില്പകല ദ്രവീഡിയൻ സ്റ്റൈലായിരുന്നു. ദ്രാവിഡ രീതിയിൽ, മാതൃകയിലായിരുന്നു അവരുടെ ശില്പകല. അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് വിജയനഗര സ്റ്റൈൽ ഓഫ് സ്കൾപ്ചർ വാസ് ദ ജൈജാൻറ്റിക് ടെമ്പിൾ ഗേറ്റ്സ് നോൺ ആസ് ഗോപുരംസ്. മറ്റെടുത്തൊക്കെ പറയത്തക്ക ഒരു ശില്പകലയായിരുന്നു വിജയനഗരത്തിലുണ്ടായിരുന്ന എടുത്തു പറയത്തക്ക ഒരു ശില്പകലയാണ് ഭീമാകാരമായ വലുപ്പമുള്ള ഒരു ഗേറ്റ്. അതിൻ്റെ പേരാണ് ഗോപുരംസ്. വിരുപക്ഷ ടെമ്പിൾ, ഹംപിയാണ് കാണുന്നത്. ഇത് ലോട്ടസ് മഹൽ, ഹംപി. ഇത് കൾച്ചറൽ ഹെറിറ്റേജ് മനസ്സിലാക്കാനുള്ള ചിത്രങ്ങളാണ്. ദ ഫീൽഡ് ഓഫ് ലിറ്ററേച്ചർ ഓൾസോ മെയ്ഡ് ട്രമൻഡസ് പ്രോഗ്രസ് ഡ്യൂറിങ് ദിസ് പീരിയഡ്. ഈ കാലഘട്ടത്തിൽ സാഹിത്യത്തിലും ഒരുപാട് മാറ്റങ്ങൾ, പുരോഗതി ഉണ്ടായി വിജയനഗരിൽ. തെലുങ്കു ലിറ്ററേച്ചർ വാസ് ദ മോസ്റ്റ് ഫ്ലറിഷ്ഡ് വൺ. തെലുങ്കു സാഹിത്യമാണ് അവിടെ കൂടുതലും പുരോഗതി പ്രാപിച്ചത്. ന്യൂമറസ് സാൻസ്ക്രിറ്റ് വർക്ക്സ് വെയർ ഓൾസോ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു മെനി റീജിയണൽ ലാംഗ്വേജസ് ഡ്യൂറിങ് ദിസ് പീരിയഡ്. ധാരാളം സംസ്കൃത കൃതികൾ ഇവിടെ
എന്താണ് തർജ്ജമ ചെയ്യപ്പെട്ടു. ട്രാൻസ്ലേറ്റഡ് ഇൻ ടു മെനി റീജിയണൽ ലാംഗ്വേജസ്. പല പ്രാദേശിക ഭാഷകളിലേക്ക് സംസ്കൃതത്തിലെ പല കൃതികളും തർജ്ജമ ചെയ്യപ്പെട്ടു. അപ്പോൾ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? മറ്റുള്ളവരുടെ സംസ്കാരം ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ? സംസ്കൃതത്തിൽ എന്താണോ എഴുതപ്പെട്ടിട്ടുള്ളത് അത് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാൻ, ആ സംസ്കാരം കൂടുതൽ മനസ്സിലാക്കുവാൻ ഒക്കെ എന്തിടയാക്കി? ഇങ്ങനത്തെ റീജിയണൽ ലാംഗ്വേജിലേക്കുള്ള ട്രാൻസ്ലേഷൻ അവരെ സഹായിച്ചു. അപ്പം സോഷ്യോ ഇക്കണോമിക് കണ്ടീഷൻ ഓഫ് വിജയനഗര ആൻഡ് കൾച്ചറൽ ആൻഡ് ലിറ്ററേച്ചർ അല്ലേ? ഇതാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. വിജയനഗര എംപയറാണ് ചർച്ച ചെയ്തത്. എല്ലാ കൂട്ടുകാർക്കും ക്ലാസ് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കൾച്ചറൽ ലൈഫ് ഓഫ് വിജയനഗര ആൻഡ് സോഷ്യോ ഇക്കണോമിക് കണ്ടീഷൻ ഓഫ് വിജയനഗര. പാഠഭാഗം നന്നായിട്ട് വായിക്കുക. വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇതിലെ ചോദ്യോത്തരങ്ങൾ പഠിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാരും ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിച്ച് കാണുക.